അദാബൻ ഇൻദല്ലാഹി യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ പടച്ചറബിൻ്റെ അടുക്കൽ ജനങ്ങൾ വെച്ചിട്ട് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടുന്നത്, ഏറ്റവും മോശമായ ശിക്ഷ ലഭിക്കുന്നത് അൽ മുസവ്വിറൂന, ചിത്രപ്പണി എടുക്കുന്ന ആളുകൾക്കാണ്. ചിത്രങ്ങൾ വരക്കുന്ന, ആത്മാവുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരക്കുന്ന ആളുകൾക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തലയണ നിറച്ച്, ആ തലയണയുടെ അതിൻ്റെ കവറുമ്മേ ചില പ്രതിരൂപങ്ങളുണ്ടായി, ചിത്രപ്പണികളുണ്ടായിരുന്നു. നബി വന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാതിൻ്റെ അടുക്കനെ നിന്നു. ഞാൻ നബിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ മുഖം ഇങ്ങനെ വിവരണമായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അശ്രദ്ധനെ പറയാം, മാലന യാ റസൂലുള്ളാഹി, നബി എന്താണ് ഞങ്ങൾക്ക് പറ്റി തെറ്റെന്താണ്, നിങ്ങളെന്തേ അങ്ങനെ വിഷമിക്കാനുള്ള കാരണം എന്താണ്? നബി ചോദിച്ചു, മാ ബാലു ഹാദിഹിൽ വിസാദ, ഈ തലയിണ എവിടെ നിന്ന് കിട്ടിയത്? അപ്പോൾ അവർ പറഞ്ഞു, വിസാദത്തുൻ ജഅൽതുഹാലക ലിതൽതജി അലൈഹ, നബി അതൊരു തലയിണയാണ്, നിങ്ങൾക്ക് കടക്കാനൊക്കെ, കിടക്കുമ്പോൾ അതിമ തലയൊക്കുവാനും അലിയമ്മ ചെരിഞ്ഞ് കിടക്കാനൊക്കെ വേണ്ടി ഞാനുണ്ടാക്കിയ, ഞാൻ നിറച്ച ഒരു തലയിണയാണത്. നബി പറഞ്ഞു, അമാലിം തീ, അല്ല ആയിഷ നിനക്കറിയില്ലേ, അന്നൽ മലായിക്കത്ത ലാ തദ്ഖുലു ബൈത്തൻ ഫീ സൂറ, ചിത്രങ്ങളുള്ള വീട്ടിലേക്ക് മലക്കുകൾ കിടക്കില്ല എന്നുള്ളത് നിനക്കറിയില്ലേ? വന്നമൻ സനഅ സൂറത യുഅദ്ദബു യൗമൽ ഖിയാമ, മാത്രമല്ല ഇപ്രകാരം ചിത്രപ്പണികൾ എടുക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവരെ ശിക്ഷിക്കുന്നുള്ളത് എനിക്കറിയില്ലേ? ഫയഖൂൽ, അല്ലാഹു തആല അവരോട് പറയും, അഹിയു മാ ഖലഖതും, നിങ്ങൾ വരച്ചുണ്ടാക്കിയ ഈ സാധനങ്ങൾക്ക് നിങ്ങൾ ജീവൻ നൽകൂ എന്നും അല്ലാഹു തആല അവരോട് പറയുന്നുള്ള കാര്യം ആയിഷ നിനക്കറിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിത്രപ്പണികൾ എടുക്കുന്ന അല്ലെങ്കിൽ ചിത്രപ്പണിയെക്കുറിച്ചിട്ടാണ്. ഒരു വലിയ പാപമാണ്, കുറ്റമാണ് അത്. മലക്കുകൾ തന്നെ പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ബഅദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലു, ഒരിക്കൽ ജിബ്രീൽ നബിനോടൊരു കരാർ ചെയ്തു. എന്താ കരാറ്? ഞാൻ വീട്ടിലേക്ക് വരാമെന്നുള്ളതാണ്. ഫറാഫ അലൈഹി, പക്ഷേ വരാൻ വൈകി, സമയം കാണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്കത് വലിയ പ്രയാസമായിട്ട് മാറി. കാരണം ആരാണ് വരുന്ന? ഗസ്റ്റ് ആരാണ്? ജിബ്രീലാണ്. എന്നാൽ വരാമെന്ന് പറഞ്ഞിട്ട് ഗസ്റ്റിന് എന്ത് ചെയ്യാനില്ല, കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം, അത് വലിയ പ്രയാസമായി. അപ്പം നബിയെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയ സമയത്ത് വഴിയിൽ വെച്ച് ജിബ്രീലിനെ നബി കാണുകയാണ്. അപ്പം നബി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല എന്താണ് ജിബ്രീൽ താങ്കൾ വൈകാനുള്ള കാരണം എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞത്രേ, ഇന്നാലാ നദ്ഖുലു ബൈത്തൻ ഫീ സൂറത്തും വലാ കൽബുൻ, രണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ കിടക്കാറില്ല. ഒന്ന് ചിത്രങ്ങളുള്ള വീട്ടിലേക്കാണ്, രണ്ടാമത്തത് നായ ഉള്ള വീട്ടിലേക്കാണ്. ആ രണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാറില്ല എന്ന് മലക്ക് ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു വലിയ പാപമാണ്. നമ്മുടെ വീട്ടിൽ ചിത്രങ്ങൾ ഉണ്ടാവുക, ഫോട്ടോകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് വരഞ്ഞുണ്ടാക്കുന്ന ആ ചിത്രങ്ങളെക്കുറിച്ചാണ് പറയപ്പെടുന്നത്, അല്ല ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ചാണ് എന്നല്ല. സാധാരണഗതിയിൽ എന്നാൽ ഫോട്ടോ എടുക്കൽ അത്യാവശ്യമാണെങ്കിലാണ് എടുക്കേണ്ടത്. അനാവശ്യമായി എടുക്കുന്ന ഫോട്ടോ എടുക്കലുകളുണ്ടല്ലോ, അതും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് നായ, ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മൾ മറ്റേ കാര്യമാണ് വിശദീകരിക്കുന്നത്. നായ പറഞ്ഞാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ, നായനെ വളർത്താം, പക്ഷെ എന്തിന്? മനിക്കത്തന കെൽബന്നില്ല കെൽബ സൈദിൻ്റെ ഉമാശിയ, ആരെങ്കിലും ഒരാൾ വേട്ടയാടി പിടിക്കാനല്ലാതെ, അതല്ലെങ്കിൽ തൻ്റെ ആടുകളെ അല്ലെങ്കിൽ മാടുകളെ നോക്കാൻ ഉപയോഗിക്കുന്ന അതിനല്ലാതെ, കണ്ടുകണല്ലോ, അതായത് ആടുകളെ മേയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ നായനും കൊണ്ടുപോകാറുണ്ട്, അവയെ ഉപദ്രവിക്കുന്ന വസ്തുക്കളെ തടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇങ്ങനത്തെ രണ്ട് ആവശ്യങ്ങൾക്കല്ലാതെ ആരെങ്കിലും ഒരാൾ തൻ്റെ വീട്ടിൽ ഒരു നായനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നഹു യൻഖുസു മിൻ അജ്രി കുല്ല യൗമിൻ ഖീറാത്താനി, ഓരോ ദിവസവും അവൻ്റെ കൂലിയിൽ നിന്ന് 2 ഖീറാത്തുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഖീറാത്ത് എത്രയാണ്? ഉഹുദ് മലയോളമാണ് നബി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഖീറാത്ത് പറഞ്ഞാൽ 2 ഉഹുദ് മലയോളമാണ്. അത്തരമുള്ളത് ഈ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഇബാത്തുകളിൽ നിന്ന് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നായ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന ചത്തലപ്പട്ടികളുണ്ടല്ലോ, അത് നമ്മൾ വിട്ടു വളർത്താൻ പാടില്ല. ഇത് നേരെ മറിച്ച് നമ്മൾ ഇതിനുപയോഗിക്കുന്ന നായാട്ടിന് ഉപയോഗിക്കുന്നതാണ്. അതല്ലെങ്കിൽ തൻ്റെ ആടുകളെയോ അല്ലെങ്കിൽ മാടുകളെയോ മേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല എന്നുള്ളതാണ്. മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ഒരിക്കൽ കരാർ ചെയ്തു. ഫി സഅത്തിൻ യതീഹി, ഒരു സമയത്ത് വരാമെന്നുള്ളതാണ് കരാറ്. ഒരു കൃത്യമായ സമയം പറഞ്ഞ് ആ സമയത്ത് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാമെന്നുള്ളതാണ് ജിബ്രീൽ മുത്തുനബിയോട് നൽകിയ കരാർ. അതാണ് ഫജാത്ത് തിൽക സഅ. അങ്ങനെ ആ ജിബ്രീൽ കരാർ ചെയ്ത സമയമായി. പക്ഷെ വലം യതീഹി, എന്തില്ല, ജിബ്രീൽ ആ വീട്ടിലേക്ക് വന്നില്ല. നബിക്ക് എത്ര പ്രയാസമാകും. ഒഫിയദി അസൻ, നബിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഫൽഖാഹ മിയദി, നബി ആ വടിയൊക്കെ ഇട്ട് എറിഞ്ഞു പോവുകയാണ്. നബിക്ക് വലിയ വിഷമമായി. അതായത് തൻ്റെ കയ്യിൽ നിന്ന് ആ വടി ചാടിയത് പോലും നബി അറിഞ്ഞിട്ടില്ല, അത്രമാത്രം വിഷമമാണ്. വഖാല, അങ്ങോട്ട് നബി സല്ലം പറഞ്ഞു, മയഖ്ലിഫുല്ലാഹു വഅദ വല റസൂലുഹു, അല്ല എന്തിപ്പോൾ പറ്റിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവൻ്റെ കരാർ ലംഘിക്കുകയില്ല. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. അല്ലാഹ് മാത്രമല്ല വല റസൂലുഹു, പ്രവാചകനും അവൻ്റെ കരാറുകളെ ലംഘിക്കാറില്ല. മനസ്സിലായില്ലേ? അല്ലാഹു തആല ഒരു കരാർ ലംഘിക്കൂല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദൂതനും എന്ത് ചെയ്യൂല, കരാർ ലംഘിക്കൂല. ദൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജിബ്രീലാണ്. സുമൽത്തഫത്ത, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിഞ്ഞു നോക്കിയ കൂട്ടത്തിൽ ഒരു പട്ടിക്കുട്ടി എന്തെന്ന് വെച്ചാൽ തൻ്റെ വീട്ടിലെ കട്ടിലിൻ്റെ അടിയിലുണ്ടോന്ന് ഇരിക്കണം. അപ്പോൾ ചോദിച്ചു, യാ ആയിഷ, നബി ചോദിക്കുക, മത്ത ദഖലാദിൽ ഹൗന, അല്ല ആയിഷ, ഈ പട്ടിക്കുട്ടി എപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത്, എങ്ങനെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി മാ ദറൈതു, നബി എനിക്കറിയില്ല, എങ്ങനെ വന്നതാണ്, എപ്പോൾ വന്നതാണെന്നുള്ള എനിക്കറിയില്ല. അതിനെ പുറത്താക്കി. ആ സമയത്ത് ജിബ്രീൽ കയറി വരികയാണ്. നബി ചോദിച്ചു, വഅതനി ഫജലസ്തുലക ഫലം തീർത്തി, അല്ല ജിബ്രീൽ, താങ്കൾ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ ഇതുവരെ വന്നില്ലല്ലോ, എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞത്രേ, മനഅനിൽ കൽബുല്ലദീ കാന ഫീ ബൈതിക, നിന്റെ വീട്ടിലുണ്ടായിരുന്ന ആ നായയാണ് എന്നെ തടഞ്ഞത്. ലാ നദ്ഖുലു ബൈതൻ ഫീ കൽബുൻ വലാ സൂറ, 2 വീട്ടിലേക്ക് ഞങ്ങൾ കിടക്കാറില്ല. ഒന്ന് നായയുള്ള വീട്ടിലേക്കാണ്, രണ്ടാമത്തെ ചിത്രങ്ങളുള്ള വീട്ടിലേക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു പഠിപ്പിക്കുകയാണ്. അങ്ങനെ അതിനെ പുറത്താക്കിയപ്പോഴാണ് ജിബ്രീൽ കയറി വന്ന് അർത്ഥം. ഇനി അത് മാത്രമല്ല, പരലോകത്തവർക്കുള്ള ശിക്ഷ എന്താണ്? അതാണ് നമ്മൾ നേരത്തെ കേട്ടത്. മൻസവ്വറ സൂറത്ത ഫി ദുനിയ, ദുനിയാവിൽ ആരെങ്കിലും ഒരാൾ ചിത്രം വരച്ചാൽ, ജീവനുള്ള ആത്മാവുള്ള വസ്തുവിൻ്റെ ചിത്രം വരച്ചാൽ, കുല്ലിഫ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവനെ നിർബന്ധിക്കും. എന്തിനെന്ന് അറിയുന്നത്? അയൻഫുഖ ഫീഹ റൂഹ്, അതിൽ ആത്മാവിന് ഊതാൻ വേണ്ടി, റൂഹിനെ ഊതാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കും. വലൈസ ബിനാഫിഖിൻ, ഓനെങ്ങനെ റൂഹിനെ ഊതാൻ കഴിയുമോ? ഈ വരച്ച ചിത്രത്തിന് ജീവൻ കൊടുക്കാൻ അവനെ കൊണ്ട് കഴിയുമോ എന്നാണ്. ഇതാണ് അല്ലാഹു തആല അവന് കൊടുക്കണ ശിക്ഷ ഏതാണെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ അബു അൽ ഹയ്യാജുൽ അസ്ദി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നിയോഗിച്ചയച്ച ജോലിക്ക് ഞാൻ നിന്നെ അയക്കട്ടെ. എന്താണത്? അല്ലാത്തത് തിംസാലിനില്ല തമസ്ത, ഏതൊരു ഫോട്ടോ കണ്ടാലും അത് മായ്ച്ചു കളയുക. വലഖബറൻ മുശ്രിഫൻ ഇല്ല സവ്വൈത, അതേപോലെ ഉയർന്നു നിൽക്കുന്ന ഏതൊരു കബർ കണ്ടാലും ആ കബർ തട്ടി നിരപ്പാക്കുക. ഇതിന് ഞാൻ നിന്നെ നിയോഗിക്കട്ടെ എന്നാണ്. ജാറും ഇസ്ലാമിലില്ല, ജാറക്കച്ചോളം ഇസ്ലാമിലില്ല. കബർ എപ്പോഴും ഒരു ചാണിലേക്കാളർ ഉയരാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ആ കബറിൽ നിന്നുള്ള എടുത്ത മണ്ണ്, ആ മണ്ണ് കൊണ്ട് മാത്രമായിരിക്കണം ആ കബർ മൂടേണ്ടതെന്നാണ്. പുതിയ മണ്ണ് കൂട്ടാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയണത്. എന്താ കാരണം? അങ്ങനെ ഉയർത്താൻ പാടില്ല. ഖബർ അങ്ങനെ ഉയർത്തുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. ഖബറിന്മേൽ പേര് എഴുതി വെക്കുന്നതിനെയും
ഖബർമ ഇരിക്കുന്നതിനെയും അത് കുമ്മായമിടുന്നതിനെയും ഒക്കെ അള്ളാഹു റസൂൽ വിരോധിച്ചതാണ്. ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ നിരത്താനും ചിത്രങ്ങളെ മായ്ച്ചു കളയാനും നബി എന്നെ നിയോഗിച്ചതാണ്, അതിന് ഞാൻ നിന്നെ നിയോഗിക്കട്ടെ അബുൽ ഹയ്യാജ് എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അബുൽ ഹയ്യാജ് ബിൻ അസദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാം. ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു പറയാണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജനാസത്തിൻ, നബി ഒരു ജനാസന്റെ കൂടെ അങ്ങനെ വരികയാണ്. ഫഖാല, അവൻ നബി ചോദിച്ചു, അയ്യുക്കും മെൻതരിഖുൽ മദീന, നിങ്ങളിൽ ഇന്ന് ആരുണ്ട് മദീനയിലേക്ക് പോകാൻ തയ്യാറായ ഒരാൾ? എന്താ അവനുള്ള ജോലി എന്താണെന്ന് അറിയോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫലയദഉ ബിഹാ വസനൻ ഇല്ല കസറ, അവിടെയുള്ള വിഗ്രഹങ്ങളെ തച്ചു തകർക്കണം, പൊട്ടിക്കണം. വലഖബ്റൻ ഇല്ല സവ്വ, അതേപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന കബറുകളെ നേരെയാക്കുകയും വേണം. വല സൂറത്തൻ ഇല്ല ലതാഖ, അതേപോലെ ഏതെങ്കിലും ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രത്തിനെ മായ്ക്കണം, അല്ലെങ്കിൽ ചെളി പുരട്ടണം, അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കണം. കഴിയുന്ന ആൾക്കാരുണ്ട്. ഇത് കേട്ടപ്പാടെ ഒരാൾ പറഞ്ഞു, അനയ്യ റസൂൽ നബി, ഞാൻ പോയിക്കോളാം. അയാൾ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ മദീനക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ആട്ടിവിട്ടു, പേടിപ്പിച്ച് ഇയാൾ മടങ്ങിപ്പോന്നു. ആ വിവരം മദീനയിൽ ഇരിക്കുന്ന പ്രവാചകനോട് നബി പറയാം. പള്ളിയിലപ്പോൾ ആ സമയത്ത് അലി ഇബ്നു അബി ത്വാലിബ് ഉണ്ട്. അപ്പം അലി പറഞ്ഞു, അനൻതരിഖു യാ റസൂലല്ലാഹ്, നബി ഞാൻ പോയിക്കോളാം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാണണല്ലോ, ഞാൻ പോയിക്കോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് പോയി. എന്നിട്ടോ ഫൻതലഖ, അപ്പം നബി പറഞ്ഞു ഫൻതലിഖ്, നയിക്കോട്ടെ പോയിക്കോ. അങ്ങനെ അദ്ദേഹം പോവുകയുണ്ടായി. ഇതിനടുത്ത് മടങ്ങി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലം അദ്ഉ ബിഹാ വസൻ ഇല്ലാ കസർതുഹു, നബിയെ അവിടെ കണ്ട ഏതൊരു വിഗ്രഹവും ഞാൻ തകർക്കാതിരുന്നിട്ടില്ല. വല ഖബ്റില്ല സവൈതുഹു, ഉയർന്നു നിൽക്കുന്ന കബറുകൾ ഞാൻ നിരപ്പാക്കാതെ പോന്നിട്ടില്ല. വല സൂറത്തില്ല ലതഖ്തുഹ, അതേപോലെ അവിടെയുള്ള ചിത്രങ്ങൾ ഞാൻ കേടുവരുത്താതെയും പോന്നിട്ടില്ല, മായ്ക്കാതെയും പോന്നിട്ടില്ല. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞേ, മൻ ആദലി സനഅതി ശൈഇൻ മിൻ ഹാദാ, ഇനി ഇതാരെങ്കിലും മടക്കിക്കൊണ്ടുവരികയാണെങ്കിൽ, മായ്ച്ചു കളഞ്ഞ ചിത്രങ്ങളെ പുനരുജ്ജീവിപ്പിച്ചാൽ, അതേപോലെ തന്നെ പൊട്ടിച്ച വിഗ്രഹങ്ങളെ ആ സ്ഥാനത്ത് ആരെങ്കിലും പ്രതിഷ്ഠിച്ചാൽ, അതേപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന കബറുകളെ പൊളിച്ചു നിരപ്പാക്കിയത് ആരെങ്കിലും ഇതിനെ പൊന്തിക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവനെ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അവിശ്വസിച്ചയാളാണ്, കാഫറായ ആളാണ്. നല്ല ചോദ്യങ്ങൾ അതിൻ്റെ ഗൗരവം എത്രയാണെന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ നിഷേധിച്ചവനാണ്. കാരണം ഖുർആൻ എന്താണ്? ഈ വിശ്വാസത്തിനെതിരാണ്. മനസ്സിലാണില്ലേ? തുമ്മക്കാല്. അതുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, ലാ തകൂനന്ന ഫത്താനൻ, അല്ല അലി, നീ ഒരിക്കലും കുഴപ്പമുണ്ടാക്കുന്നവനാകരുത്. വല മുഖ്താലൻ, അഹങ്കരിക്കുന്നവരുമാകരുത്. വല താജിറിനില്ല താജിറുൽ ഖൈരി, നന്മയുടെ കച്ചവടക്കാരനല്ലാതെ ആകാനും പാടില്ല. നന്മയുടെ കച്ചവടക്കാരൻ ഫൈന ഉലായിക ഹുമുൽ മസ്ബൂഖൂന ബിൽ അമലി, കാരണം അവരാണ്, അല്ലെങ്കിൽ അവർ മാത്രമാണ് എന്ത്, നന്മ കൊണ്ട് മുൻകടക്കുന്ന ആളുകൾ. നന്മ കൊണ്ട് മുൻകടക്കുന്ന ആളുകൾ അവർ മാത്രമാണ്. അതല്ലാതെ നീ ആകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല പറയാം. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഫോട്ടോകളെ മായ്ച്ചു കളയാൻ നബി ആളയക്കുക മാത്രമല്ല, നബി തന്നെ അപ്രകാരം ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു പറയുന്നു, ദഖല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. വല മുസ്തതിറത്തും ബിഖിറാമിൻ മിൻഹു, ഞാൻ എൻ്റെ വീടിനെ ചുമര് വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു മറ കെട്ടിയതായിരുന്നു, ഒരു തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിയതായിരുന്നു. അതൊരു പുതപ്പ് കൊണ്ടാണ്. ആ പുതപ്പ് എന്നുള്ള ഫീ സൂറത്തുൻ, അയ്മന്തുള്ള ചിത്രപ്പണികളുണ്ട്. പ്രവാചകന്റെ മുഖം വിവരണമായി. എന്നിട്ട് അല്ലാഹു റസൂൽ ആ മറ എടുത്ത് കീറി എന്നിട്ട് പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിന്നാസി അദാബൻ യൗമിൽ ഖിയാമ അല്ലദീന യശബ്ബിഹൂന ബിഖൽഖില്ലാഹി, ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം ശിക്ഷ കിട്ടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് സദൃശ്യരുണ്ടാക്കുന്നവരാണ്, അതേപോലെ സൃഷ്ടിപ്പുണ്ടാക്കുന്നവരാണ്. ഒരു മനുഷ്യനെ റബ്ബുണ്ടാക്കിയതാണ്, എന്നാൽ അവൻ്റെ അതേ കോലത്തിൽ വരച്ചുണ്ടാക്കണവന് റബ്ബിൻ്റെ സൃഷ്ടിപ്പിന് സദൃശ്യമുണ്ടാക്കുന്നവരാണ്. ആ ആളുകളാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുത്തുനബിയെ മക്ക വിജയത്തിന് നാളുകളിൽ ഉമർ ഇബ്നു ഖത്താബിനോട് കഅബയിലെ എല്ലാ ഫോട്ടോകളും മായ്ക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അത് മാത്രമല്ല, ഫലം യദ്ഖുൽഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ മുഹിയത്ത് കുല്ല സൂറത്തി ഫിയ,
ആ ഫോട്ടോകൾ മായ്ച്ചതിന് ശേഷം മാത്രമാണ് മുത്തുനബി മക്കത്തെ പള്ളിയിലേക്ക് കയറിയത്, ഹറമിലേക്ക്. നബിന് മുന്നേ കയറിയിട്ടില്ല. അത് ചുക്കങ്ങൾ എന്തേ കാരണം? അതവിടെ ഉണ്ടോ? ഒരു നബിക്ക് കയറാൻ പറ്റിയ സ്ഥാനമല്ല അത്. അതവിടെ ഉണ്ടോ? അവിടെ നമുക്ക് കയറാൻ പറ്റിയ സ്ഥലമല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബുഖാരിയിലുള്ളത് പ്രകാരമാണ്. നബ്സല്ലമ മദീനയിലേക്ക് മക്കയിലേക്ക് വന്നപ്പോൾ അബ വിസമ്മതിച്ചു ദുഖുൽ ബൈത്ത, കഅബയിലേക്ക് കടക്കാൻ വേണ്ടി. വഫീൽ ആലിഹ, അവിടെ എന്തുണ്ട്? കുറേ ദൈവങ്ങൾ കിടക്കുന്നുണ്ട് അവിടെ കൂടെ. അതുകൊണ്ടാണ് മുത്തുനബിക്ക് അവിടെ കയറാനുള്ള പ്രയാസം അതാണ്. എന്നിട്ട് അള്ളാഹു റസൂൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയുണ്ടായി. ഫഅഖ്റജു സൂറത്ത ഇബ്രാഹിം വ ഇസ്മായില. അങ്ങനെ അവർ പുറത്തിട്ട് ആരുടെയൊക്കെ വിഗ്രഹങ്ങളെയാണ്? സാക്ഷാൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിനെ, സാക്ഷാൽ ഇസ്മായിൽ നബിയുടെ വിഗ്രഹത്തിനെ, ഇബ്രാഹിം നബിയുടെ കോലത്തുള്ള വിഗ്രഹത്തിനെ പുറത്തെറിഞ്ഞുകൊണ്ടാണ് മുത്തുനബി ഇബ്രാഹിം നബിയുള്ള സ്നേഹം പ്രകടമാക്കിയത്. തൻ്റെ പിതാവായിരുന്ന ഇസ്മായിൽ നബിയുള്ള സ്നേഹം പ്രകടമാക്കിയത് എങ്ങനെയാണ്? ആ ഇസ്മായിൽ നബിയുടെ അതേ കോലത്തുള്ള വിഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ്. മനസ്സിലാണല്ലേ? അങ്ങനെയാണ്. മാത്രവുമല്ല ഫി യദീഹിം അൽ അസ്ലാമു, ഇബ്രാഹിമിൻ്റെയും ഈ ഇസ്മായിലിൻ്റെയും കയ്യിലെ തകർക്കാൻ വേണ്ടി പറഞ്ഞ ബന്ധുള്ള കാര്യങ്ങൾ, അതെ, ഈ ശകുനം നോക്കാനുള്ള അമ്പുകളൊക്കെ കയ്യിൽ ഇങ്ങനെ വെച്ച് നിൽക്കുകയാണ്. ഇസ്മായിൽ നബിൻ്റെ അതേപോലെയുള്ള വിഗ്രഹം, ആ വിഗ്രഹത്തിൻ്റെ മേലെ അമ്പുകളുണ്ട്. അത് നന്മയും തിന്മയും നോക്കാനുള്ള, ഭാഗ്യപരീക്ഷണം നോക്കാനുള്ള, ശകുനം നോക്കാനുള്ള കോലുകളാണ്. അതിനാണ് അസ്ലാം എന്ന് പറയാം. ഖുർആൻ പറഞ്ഞതാ. ഇസ്മായിൽ നബിൻ്റെ കയ്യിലുണ്ട്, ഇബ്രാഹിം നബിൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞേ ഖാതലഹുമുള്ള, ഇത് സ്ഥാപിച്ച ആളുകൾ അല്ലാഹു ശപിക്കട്ടെ. എന്താ കാരണം? ഒരിക്കറിയില്ലേ ഇബ്രാഹിമും ഇസ്മായിലും ഈ ശകുനം നോക്കിയിട്ടില്ല എന്നുള്ളത്? ഇസ്മായിലും ഇബ്രാഹിം എന്ത് ചെയ്തിട്ടില്ല? ഈ ഭാഗ്യപരീക്ഷണം ചെയ്തിട്ടില്ല എന്നവർക്കറിയില്ല. അതിനാൽ അല്ലാഹു തആല അവരെ ശപിക്കട്ടെ എന്നാണ് മുത്തുനബി പ്രാർത്ഥിച്ചത്. എന്നിട്ടോ ഫദഖൽ ബൈത ഫകബ്ബറ ഫി നവാഹിഹി, എന്നിട്ട് അല്ലാഹു റസൂൽ എന്ത് ചെയ്തു? ആ കഅബയിൽ പ്രവേശിച്ചു. എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ പോയിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞു. വല യുസല്ലി ഫീഹി, അവിടെ നബി നിസ്കരിച്ചില്ല. നോക്ക് നിങ്ങൾ നബിൻ്റെ വിശ്വാസം എത്രയാന്നുള്ളത്. മക്കയിൽ നിന്ന് പുറത്താക്കിയിട്ടേ പിന്നെ ആ മക്കയിലേക്ക് വരുന്ന സന്ദർഭം തന്നെ എത്ര ഭാഗ്യ. അയാൾ തലേ കൊല്ലം വന്നിരുന്നു, മടക്കിയിട്ടു അല്ലേ? കിടക്കാനായില്ലല്ലോ. പിന്നെ വരികയാണ്. അപ്പോൾ ഇത് കിടക്കാനുള്ള ആഗ്രഹം എത്ര ഉണ്ടാവും? 10-13 കൊല്ലങ്ങൾക്ക് ശേഷമാണല്ലോ വരുന്നത്. പക്ഷേ നബി അവിടെ നിസ്കരിച്ചില്ല. എന്താ കാരണം? അവിടെ വിഗ്രഹങ്ങളുണ്ട്. അല്ലാഹു റസൂലിന് വിഗ്രഹങ്ങളോടുള്ള ഒരു മാനസികാവസ്ഥയാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം നബി സ്നേഹിക്കാത്തത് കൊണ്ടാണോ? ഇസ്മായിൽ നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല. ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടുമുള്ള സ്നേഹം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തിയത് അവിടെ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് നീക്കാൻ പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഇസ്ലാം പറഞ്ഞാൽ. എന്നിട്ട് അല്ലാഹു റസൂൽ എന്ത് ചെയ്തത്? അവിടെ വെച്ച് നമസ്കരിച്ചത് എന്ന് ഹദീസ് നമ്മൾ കാണുകയാണ്. ഉസാമ റളിയല്ലാഹു പറയാം, ഞാൻ നബിൻ്റെ കൂടെ കഅബയിൽ പ്രവേശിച്ചു. ഫറൈതു ഫിൽ ബൈത്തി സൂറത്തൻ, അവിടെ കുറേ ചിത്രങ്ങളുണ്ട്. ഫഅമറനി ഫഅതൈതു ബിദൽബിമിൽമായി, നബി എന്നോട് മായ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു. എന്നിട്ടോ ഫജഅല യദ്രിബു തിൽക സൂറ, എന്നിട്ട് ഈ വെള്ളം കൊണ്ട് ഞാൻ ആ ഫോട്ടോയുടെ മേലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എറിയാൻ തുടങ്ങി. എന്നിട്ട് അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഖാതലല്ലാഹു ഖൗമൻ യുസവ്വിറൂന മാ ലാ യഖ്ലുഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാരെ ശപിക്കട്ടെ. അവരാരാണ്? അവർ സ്വന്തം കൈകൾ കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയവരാണ്. എന്ത്? മനുഷ്യരുണ്ടാക്കിയവരാണ്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ചിത്രം വരച്ചവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ അല്ലാഹു ശപിക്കട്ടെ എന്നാണ് അല്ലാഹു റസൂല് പറഞ്ഞത്. അതെ, നേരത്തെ നമ്മൾ കേട്ടല്ലോ, മലക്ക് വരൂല വീട്ടിലേക്ക്. റഹ്മത്തിന്റെ മാലാക്കന്മാർ വരാത്ത വീടായിരിക്കും അത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുജയ്യൽ ഖളർമി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ബാപ്പയെ തൊഴുദ്ധരിക്കുന്ന, പിതാവിനെ തൊഴുദ്ധരിക്കുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നോട് പറഞ്ഞു, കാനത്ത് ലീ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻസിലത്തുൻ ലൻ തകുൽ ലി അഹദി മിൻ ഖലായികി, എനിക്ക് നബിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട്, അത് ലോകത്തൊരാൾക്കും ഇല്ലാത്ത സ്ഥാനമാണ്. അലി ഇബ്നു അബീ ത്വാലിബാണ് പറയണത്. പിന്നെ കുന്തു അത്തിഹി കുല്ല സഹരിൻ, ഞാൻ ഓരോ ദിവസവും പ്രഭാതത്തിൻ്റെ സമയത്ത് അഥവാ അത്തായ വേളകളിൽ ഞാൻ നബിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. ഫൗസലിം അലൈ, എന്നിട്ട് ഞാൻ നബിനോട് എന്ത് ചെയ്യും? സലാം പറയും. അപ്പം നബി ഒന്നും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കും എന്നറിയും. നമ്മൾ നിസ്കാരത്തിലാണ് സമയത്ത് ആരെങ്കിലും ഒന്ന് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അതെന്തിനാ? നമ്മളവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിക്കാണ്. അല്ല അപ്പോൾ സലാം അടക്കാൻ പറ്റില്ലല്ലോ. അതുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിക്കണ്ടാണ്. അതിൽ നിസ്കാരം പൊത്തിലാവില്ല. അപ്പം നബി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ എന്ന് പറഞ്ഞത് ചുമക്കും.
വൈന്നി ജൂത്തു താത്തലേത്ത്, ഞാൻ ഒരിക്കൽ ചെന്നു നബിൻ്റെ അടുക്കലേക്ക്, സാധാരണ ചെള്ളമാതിരി ചെന്നു, ഒരു രാത്രിയിലാണ്. ഫസല്ലം തുഅലി, നബിയോട് ഞാൻ സലാം പറഞ്ഞു. നബി പറഞ്ഞു, ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്, നബിയെ നിങ്ങൾ പിന്നെ അള്ളാഹിൻ്റെ അസ്സലാമു അലൈക്കും നബിയെ. ആ സമയത്ത് നബി സല്ലം പറഞ്ഞു, അലരിസിരിക്ക യാ അബസൻ, അബു ഹസൻ, അലി നബി തുലയുടെ പേരാണ്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. അഖുർജിയിലേക്ക്, ഞാൻ എൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് വരാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ഫലമ്മാ ഖറജൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് കഴിഞ്ഞപ്പോൾ നബി എന്ത് ചെയ്തു, പള്ളിയിൽ നിന്ന് അല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് വലിയ വിഷമായി. എന്താ കാരണം, സാധാരണഗതിയിൽ വരുമ്പോൾ സലാം പറഞ്ഞാൽ ആ സലാം അടക്കുകയും, എല്ലാ ദിവസവും അങ്ങനെയാണ്, നബിൻ്റെ മരുമകനാണ്, മറ്റുള്ളവർക്കില്ലാത്ത സ്ഥാനങ്ങൾ എനിക്ക് നബിൻ്റെ അടുക്കലുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ഒരിക്കൽ നബി മാത്രം ചെയ്തപ്പോൾ, അപ്പോൾ നബിയോട് ചോദിച്ചു, യാ നബി അള്ളാഹ്, അല്ല നബി, നിങ്ങളാരെങ്കിലും, നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു നബിയെ? നിങ്ങളെന്ത് ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, ഫമാലക്ക് ലാ തുക്കല്ലിമുനി ഫീമാ മളാ ഹത്താ കല്ലംതനി ലൈല, നബി നിങ്ങൾ എന്തേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തേ സാധാരണഗതിയിൽ ഞാൻ വന്ന് സലാം പറഞ്ഞ ഞങ്ങൾ സലാം അടക്കാറുണ്ടല്ലോ, നിങ്ങൾ എന്നെ സ്വീകരിക്കാറുണ്ടല്ലോ, നിങ്ങൾ എന്താ ഇന്നലെ ഞാൻ വന്നപ്പോൾ എന്തേ ചെയ്തത്, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, മാത്രമല്ല അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം എന്ന് നിങ്ങൾ പറഞ്ഞും ചെയ്തില്ലേ, എന്താ പ്രശ്നം നബി, എന്താണ് നബി പറഞ്ഞു, സമിഅതു ഫിൽ ഹുജ്റത്തി ഹറക്കത്തൻ, ഞാൻ എൻ്റെ റൂമിൽ അപ്പോൾ ഒരു സൗണ്ട് കേൾക്കാനിടയായി, ഒരു ശബ്ദം കേൾക്കാനിടയായി. ഫഖുൽതു മൻ ഹാദാ, ഞാൻ ചോദിച്ചു ആരാണത്? അപ്പത്തേം പറഞ്ഞു, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നബി പറയണം, അപ്പം ഞാൻ പറഞ്ഞു ഉദ്ഖുൽ, ശരി എന്നാ വരി. അപ്പോൾ ജിബ്രീൽ പറഞ്ഞില്ല, ഞാൻ വരില്ല പറഞ്ഞു. ഉഖ്റുജി ഇലയ്യ, ജിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു, വീട്ടിൻ്റെ പുറത്തുനിന്ന് കാണു. ഫലമ്മ ഖറജിത്തു, അങ്ങനെ ഞാൻ ജിബ്രീലിൻ്റെ വിളി കേട്ടുകൊണ്ട് ഞാൻ ജിബ്രീലിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് ചെന്നു. കാരണം അപ്പം ജിബ്രീൽ ചോദിച്ചു, ഇദ്ഹബ്, പറഞ്ഞു ഇദ്ഹബ് ഫൻളുറു, ജി ചെന്നിട്ട് നോക്ക്, എൻ്റെ വീട്ടിൽ ചില സംഭവങ്ങളുണ്ട്. വഫതഹ്തു അൽ ബൈത, ഞാൻ വീട്ടിൻ്റെ വാതിൽ തുറന്നു. ഫലമജിദ് ഫീഹി ശൈഅൻ ഗൈറ ജർവി കൽബിൻ, ഞാനവിടെ ഒന്നും കണ്ടില്ല, അവിടെ ഒരു പശുക്കുട്ടിയുടെ കോലമുണ്ട്. കാനയിൽ അബു ബിഹിൽ ഹസനു, ഹസൻ കളിക്കാറുള്ളൊരു സാധനമാണത്. ഹസൻ റളിയല്ലാഹു തആല അൻഹു കളിക്കാറുള്ള ഒരു പശുക്കുട്ടിയുടെ കോലം അവിടെ ഉണ്ട്. അതാണ് ഞാൻ കണ്ടത്, മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ആലോചിക്കുക നിങ്ങൾ, ടോയ്സുകൾ എന്തിൻ്റെയൊക്കെ ടോയ്സുകളാണ്, കണ്ട പേടി തോന്നുന്ന കുറേ കളിപ്പാട്ടങ്ങളുണ്ട്, കണ്ടാൽ തന്നെ പേടിയാ, ആ ജാതി കുറേ സാധനങ്ങൾ, നായിൻ്റെ ആണെങ്കിലും അതേപോലെയുള്ള ഒരുപാട് സാധനങ്ങളുടേത്. അത് വെക്കേണ്ടത് നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല, അത് ഷോക്കേസിൽ നിന്ന് ഇറക്കി വിടണം നമ്മൾ. ആ ഷോക്കേസിലെ അതിൻ്റെ സ്ഥാനത്തേക്ക് വരേണ്ട ഖുർആൻ്റെ കോപ്പികളാ മലയോയി, അതുകൊണ്ട് അവിടെ, അതുകൊണ്ട് ഞങ്ങൾ ഓതലും കൂടി ഇല്ല, അടുത്തൊക്കെയുണ്ട്, അതതിനുള്ളതല്ല. ഖുർആൻ്റെ കോപ്പികളും പരിഭാഷകളും ഒക്കെ, ഖുർആൻ്റെ പരിഭാഷകളും ഒക്കെ അത് കാണാൻ വേണ്ടി എന്തല്ല, ഷോക്കേസിൽ വെക്കാനുള്ള സാധനമല്ല, അത് ഉപയോഗിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അവിടെ വീട്ടിലെന്തുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹു കളിക്കാറുള്ള ഒരു സാധനമുണ്ട്. അപ്പം നബി പറഞ്ഞു, ചെന്നിട്ട് പറഞ്ഞു, മാവജിത്തില്ല ചെറുവൻ, അല്ല നബി അവിടെ ഞാൻ ഒന്നും കണ്ടില്ലല്ലോ, അവിടെ ഒരു നായൻ്റെ ഒരു കോലുണ്ട്, ഒരു കളിക്കണ ഒരു നായുണ്ട് അവിടെ എന്ന് പറഞ്ഞു. അവന് അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇന്നഹാ സലാത്തുൻ ലൻ യലിജ മലക്കുൻ മാ ദാമ ഫീ അബദ, 3 കാര്യങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ഒരിക്കലും മലക്ക് കയറി വരില്ല. മാലാക്കന്മാർ കയറി വരാത്ത വീട് 3 സാധനങ്ങൾ ഉണ്ടെങ്കിലാണ്. ഒന്നെന്താണ്, വാഹിദു മിനാ കൽബുൻ, അതിൽപ്പെട്ട ഒന്ന് നായയാണ്, ഔ ജനാബത്തുൻ, അല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ളവരാണ്, അല്ലെങ്കിൽ മൂന്നാമത്തേതാണ് സൂറത്ത് റൂഹിൻ, ആത്മാവുള്ള വസ്തുവിൻ്റെ ചിത്രമാണ്. അപ്പോൾ നബി പറഞ്ഞു, മലക്ക് ജിബ്രീൽ പറഞ്ഞു, 3 കാര്യങ്ങൾ ആ വീട്ടിലുണ്ടായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരാറില്ല, മലക്കുകൾ കയറില്ല. ഏതൊക്കെയാണ്? ഒന്ന് നായയാണ്, രണ്ടാമത്തെ വലിയ ശുദ്ധിയുള്ളവരാണ്, മൂന്നാമത്തത് ആ ജീവനുള്ള വസ്തുക്കളുടെ, അതായത് ആത്മാവുള്ള വസ്തുക്കളുടെ ചിത്രം വരക്കുന്ന ചിത്രമാണ്. ഈ 3 വീട്ടിലേക്ക് കയറി വരില്ല എന്നാണ്. ശരിയല്ലേ? നായനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അനാവശ്യമായി വളർത്തുന്ന നായ. ജനാപത്തുള്ളവർ പറഞ്ഞാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 രൂപത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നബി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കഴുകി മാത്രം കിടന്നുറങ്ങും. അല്ലെങ്കിൽ രണ്ടാമത്തെ എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, സാധാരണ കുളിക്കാറുള്ളത് പോലെ കുളിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, നബി കിടന്നുറങ്ങും. മൂന്നാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി ഒതു എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, കിടന്നുറങ്ങും.
അവ കുളിക്കാൻ പറ്റിയിട്ടില്ലാണ്ടെങ്കിൽ ചെയ്യേണ്ടത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒതുടുത്തിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് നമ്മളിന് ചെയ്യേണ്ട ഒരു മാർഗം. അതാണ്. മൂന്നാമത്തത് ആത്മാവുള്ള വസ്തുക്കളുടെ ചിത്രം. അതാണ് നമ്മുടെ വീട്ടിൽ പാടില്ലാത്തതാണ്. അതിൽ ജോലിയായി പോലും സ്വീകരിക്കരുതെന്നാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. അതായത് ആ പണിക്ക് പോകരുത് ഒരാൾ നടത്തും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, ഇനി ഇൻസാൻ ഇന്നമാ മഈശത്തി മിൻ സനഅത്തി യദി വഇൻ യസ്നു ഹദിൽ തസാബിർ. ഇബ്നു അബ്ബാസ്, എൻ്റെ ജോലി അതാണ്, ചിത്രപ്പണികളാണ്, അത് വരക്കാൻ പോകലാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മഈശത്ത് ഇമ്മലാണ്. അദ്ദേഹം പറയാണ്, ഇന്നമാ മഈശത്തി മിൻ സനഅത്തി യദി, എൻ്റെ മഈശത്ത് ഇമ്മലാണ്, ജീവിതം അത് ഇമ്മലാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. ഉനബ്ബിഉക ബിമാ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ടൊരു ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. യഖൂൽ, നബി പറഞ്ഞു, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, ചിത്രപ്പണികൾ എടുക്കുന്ന എല്ലാവരും നരകത്തിലാണ്. ചിത്രപ്പണികൾ എടുക്കുന്ന എല്ലാവരും നരകത്തിലാണ്. എന്നിട്ടോ യുജ്അലു ലഹു ബികുല്ലി സൂറത്തിൻ സവ്വറഹ, അയാൾ വരച്ചുണ്ടാക്കിയ എല്ലാ ചിത്രങ്ങളെയും കൊണ്ടുവരപ്പെടും. ഇതിൽ എന്ത് ചെയ്യും? തുഅദിബു ഫി ജഹന്നമ, അതിട്ടുകൊണ്ട് അല്ലാഹു തആല നരകത്തിലിട്ട് അവനെ കൊണ്ട് ശിക്ഷിക്കും. അതിനാൽ ഫഇൻ കുൻത ലാ ബുദ്ദ ഫായിലൻ, നീയേ നിനക്ക് അതല്ലാതെ വേറൊരു ജോലി അറിയില്ല, ആ ജോലി എടുക്കാൻ മാത്രമേ കഴിയുള്ളൂ, അങ്ങനെയാണെങ്കിലോ, അങ്ങനെ അനിവാര്യമാണെങ്കിൽ ഫജ്അലി ശജറ വമാ ലാ നഫ്സ, മരത്തിനെ പോലെ ജീവനില്ലാത്ത മറ്റേതെങ്കിലും വരച്ചോന്നാണ്. ജീവനില്ലാത്ത പറഞ്ഞാൽ ശാസ്ത്രീയമായ ജീവനില്ലാത്തതല്ല, ആത്മാവില്ലാത്തത് വരച്ചോ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. ആത്മാവുള്ളതിൻ്റെ ചിത്രം ഒരിക്കലും വരക്കരുത്. നമ്മളെ ചില കുട്ടികളൊക്കെ ഒരിക്കലും നല്ലോണം വരക്കാൻ കഴിയും, പക്ഷെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ആത്മാവുള്ളവയുടേത്. നേരെ വെച്ച് കാലിഗ്രാഫി ഉണ്ടല്ലോ, നല്ല പൈസ ഉള്ള കാര്യം ആണ്, നല്ല സ്കോപ്പ് ഉള്ളതാണ്, അത് ചെയ്യിക്കാം. അതല്ല എന്ത് ചെയ്യാൻ പാടില്ല, ജീവനുള്ള വസ്തുക്കളുടെ ഇത് വരക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത്, അതിന് പ്രേരണ കൊടുക്കുകയും ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനത്തെ വസ്തുക്കളെ എന്ത് ചെയ്യാൻ പാടില്ല, വരയ്ക്കാൻ പാടില്ല. മഹാനായ അബൂ സുറ അതിന് പറയാം, ഞാൻ അബൂ ഹുറൈറയുടെ അടുക്കൽ പ്രവേശിക്കുകയുണ്ടായി. അബൂ ഹുറൈറയുടെ വീട് മദീനയിലാണ്. ഫറഅ ഫി അഹ്ലാ മുസവ്വിറൻ, അപ്പം ആ പെരൻ്റെ ഏറ്റവും മുകളിൽ ഒരു ചിത്രപ്പണി എടുക്കുന്ന ഒരാളെ കണ്ടു. അയാൾ യുസവ്വിർ, ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ആര്? അബൂ ഹുറൈറ പറയാം. നോക്കുക, സ്വഹാബത്തിൻ്റെത് അങ്ങനെയാണ്. അത് വേണ്ട എന്നല്ല, ഒരു ഹദീസിനെ ഉദ്ധരിക്കുകയാണ്. എന്നർത്ഥം ആ ഹദീസ് കേൾക്കുമ്പോൾ ആരും മാറ്റം ഉണ്ടാവും, വലിയ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഹദീസ് ഉദ്ധരിച്ചു. എന്താണത്? ഞാൻ നബി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഒമൻ അദ്ലമ മിമ്മൻ ദഹബ യഖ്ലുഖു ഖൽഖി ഫലിയഖ്ലുഖു ഹബ്ബത്തൻ വലിയഖ്ലുഖു ദർറ, ആരെങ്കിലും ഒരാളെ ഞാൻ സൃഷ്ടിക്കുന്ന അതേപോലെ സൃഷ്ടിക്കാൻ ആരും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, എന്നാൽ അവൻ ഒരു ധാന്യമണി വേണ്ട, ഒരു കടുക് മണിയെങ്കിലും അവൻ സൃഷ്ടിക്കട്ടെ എന്ന് അള്ളാഹ് പറയുന്നതാണ്. അപ്പം അതിനെന്ത് ചെയ്യൂല, ഒരു മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് രണ്ടാമത്തെ എന്താണ്? ഏഷണിയാണ്. അതൊരു മുസ്ലിമിന് മനസ്സിലുണ്ടാവില്ല. എന്താ അർത്ഥം? എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം അല്ല എന്നാണ് അർത്ഥം. മറ്റൊരു ഹദീസിലുള്ള പ്രകാരമാണ്, അന്നമീമത്തു വശതീമ, നമീമത്തും അതേപോലെ ചീത്തയും, വൽ ഹമിയത്തു അതേപോലെ അഹംഭാവവും ഫിന്നാരി നരകത്തിലാണ്. വലാ യജ്തമിഉന്ന ഫീ സദ്രി മുഅ്മിനിൻ, ഒരു മൂമിനിന്റെ മനസ്സിൽ അതൊരിക്കലും ഒരുമിച്ച് കൂടുകയില്ല. ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഏഷണിയാണ്, രണ്ടാമത് ചീത്തയാണ്, മൂന്നാമത്തത് അഹംഭാവമാണ്, അഹങ്കാരമാണ്. അത് മൂന്നും കൂടി ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകൂല. എല്ലാം കൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സ് അത്രമാത്രമല്ല, അത്രമാത്രം വലിയ പാപമാണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഏഷണിയാണ്. അതായത് മറ്റൊരുത്തൽ കേൾക്കാതെ അവരുടെ സംസാരം കേൾക്കുക, അറിയാതെ കേൾക്കുക. ഇപ്പം നിങ്ങൾ രണ്ടാൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് ഇങ്ങനെ തലം ചൊറിഞ്ഞ് നിൽക്കുക, നിങ്ങൾ വിചാരിക്കും എന്താ പൈസ അത് വിടക്കണം, ഞാനത് കട്ട് കേൾക്കുകയാണ് എനിക്ക് പണി. എന്നിട്ട് ആ കട്ട് കേട്ട സാധനങ്ങൾ എന്ത് ചെയ്യുക, മറ്റൊരുത്തനോട് ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. എന്തിന്? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലോ കരുതിക്കട്ടോ, രണ്ടാളും മനക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാം. അതിനാണ് ശരിക്ക് കത്താൻ എന്ന് അറബി പറയാം, കത്താത്ത്. അത് എന്ത് ചെയ്യാൻ പാടില്ല, പാടില്ലാത്തതാണ്. ഇത് സതുദ്ദേശത്തിനല്ല, ദുരുദ്ദേശത്തിനാണ്. അതാണ് റസൂൽ പറഞ്ഞു, ഇന്നൽ അബ്ദ ലയസ്തുഖു, ഒരടിമ സത്യസന്ധനാകും. എത്രമാത്രം അവനെ സത്യസന്ധനെന്ന് അള്ളാഹിന്റെ പക്കൽ അവർ രേഖപ്പെടുത്തപ്പെടും. എന്നാൽ അവൻ കള്ളനാകും. എത്രമാത്രം
അള്ളാന്റെ പക്കൽ അവൻ കള്ളനാണെന്ന് രേഖപ്പെടുത്തപ്പെടും. നബി ചോദിക്കണം, അല്ല ഏഷണി എന്താ നിങ്ങൾക്കറിയുമോ? എന്താണ് ഏഷണി എന്ന് പറയാൻ നിങ്ങൾക്കറിയുമോ? ഇല്ല. ഹിയ നമീമത്തുൽ തുഫ്സിദു ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഏഷണിയാണതെന്നാണ്. ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഏഷണി, സൗദ്ദേശത്തിനല്ല. അല്ലേ? നോക്കി നിങ്ങൾ, ഇപ്പോൾ രണ്ടാളുകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പൊള്ളു വരെ പറയാമെന്നാണ്. നുണറിയാലല്ല, പൊള്ളു വരെ പറയാം. എന്താ പൊള്ളു പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനും മൗലവിയും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഇടപെടുകയാണ് വേറൊരാൾ. ഇടപെട്ടിട്ട് മുമ്പിൽ പറയാം, ഞങ്ങൾ രണ്ടുപേരും എന്താ വെച്ചാൽ ഭയങ്കര കച്ചറിയില്ലാന്ന് കൂട്ടിക്കോളി നിങ്ങൾ, ഞാൻ അങ്ങോട്ട് കണ്ട കൊല്ലുന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്, എന്നെ കണ്ട കൊല്ലുന്നു മൂപ്പരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ ആൾ ഇടപെടുകയാണ്. എന്താ ചെയ്യേണ്ടത്? വെറുതെ അങ്ങോട്ട് പോകണ്ട, ശരിയാക്കുന്നല്ല. പിന്നെന്താണ്? നിങ്ങളെ തുണക്കാരനെ കണ്ടല്ലോ ഞാൻ, നല്ല അഭിപ്രായമാണല്ലോ പറഞ്ഞത് എന്ന് പറയാം. നല്ല അഭിപ്രായമാണോ പറഞ്ഞത്? അല്ല, അത് പൊള്ളു പറഞ്ഞതാ. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? ലിൽ ഇസ്ലാഹി ബൈനന്നാസി, മനുഷ്യന്മാർക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടാണ്. നന്മ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് കളവല്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. അത് ഇതിന്റെ കാരണത്താലാണ്. എന്നാൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ, മലച്ചുക്കങ്ങൾ, അതിനാണ് നമീമത്ത് എന്ന് പറയാന്നാണ്. അല്ലാഹു റസൂൽ തന്നെ അത് വിശദീകരിക്കുകയുണ്ടായി. അതദ്റൂന മൻ നമീമ, നമീമത്ത് എന്താ നിങ്ങൾക്കറിയുമോ? അപ്പോൾ സഹാബകൾ പറഞ്ഞു, അല്ലാഹു റസൂലു അഅലം, അള്ളാഹുവിനും പിന്നീട് അവൻ്റെ പ്രവാചകനുമാണ് കാര്യങ്ങളെക്കുറിച്ച് അറിയുക. അവർ ഇസ്ലാം പറഞ്ഞ്, നഖ്ലു ഹദീസിന്നാസി ബഅദുഹും ഇലാ ബഅദിൻ, ചില ആളുകളുടെ വർത്തമാനങ്ങൾ അത് മറ്റു ചില ആളുകളിലേക്ക് ഒരാൾ ഉദ്ധരിച്ചു കൊടുക്കലാണ്. എന്തിന്? ലിയുഫ്സിദ ബൈനഹും, അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടു. കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരുത്തൻ്റെ വർത്തമാനം മറ്റൊരുത്തരോട് പറയലാണ്, ഒരു സംഘത്തിൻ്റെ വർത്തമാനം മറ്റൊരുത്തരോട് പറയലാണ്, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി കണ്ട്. അതിനാണ് എന്താ പറയുക? നമീമത്ത് എന്ന് പറയാം. അതിനാണ് അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അത് അവരെക്കുറിച്ച് പറഞ്ഞതാ. എന്താണ് ഈ ലുമസത്ത്? എന്താണ് ഹുമസത്ത്? എന്താ ഹുമസത്ത് ആണെങ്കിൽ കുത്തുവാക്ക് പറയുന്ന ആളുകളാണ്. ലുമസത്ത് പറഞ്ഞാൽ അവഹേളിക്കുന്നവരാണ്. എല്ലാ കുത്തുവാക്ക് പറയുന്ന ആളുകൾക്കും അവഹേളിക്കുന്നവർക്കുമാണ് വൈല്. എന്താ വൈല് പറഞ്ഞാൽ? രണ്ടർത്ഥ പണ്ഡിതന്മാർ കൊടുത്തതും. ഒന്ന് നാശം, രണ്ടാമത്തെ നരകത്തിലൊരു തായ്വരയുടെ പേരാണ് വൈല്. അപ്പം എന്താ ഉണ്ടാകുക? ഈ കുത്തിപ്പറയുന്ന ആളുകളും മറ്റുള്ളവർ അവഹേളിക്കുന്നവരും കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ഒരു നരകത്തിലൊരു തായ്വരയിലുണ്ടാകും. അവിടെ ജോലി ഇതായിരുന്നു. അവിടെ അള്ളാഹു കൊടുത്ത ശിക്ഷ അതാണ്, അവിടുത്തെ ഭാഗമാണത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതെ,